ഗുഡ് മോർണിംഗ്. നമ്മൾ എന്നുള്ള ജെറുസലേമിലാണ്. നമ്മുടെ അടുത്ത് ഒരു കിടിലം വണ്ടി വന്നിട്ടുണ്ടോ. ഇതും സെയിലിനുള്ളത് തന്നെയാണ്. സോ ജസ്റ്റ് വണ്ടിയുടെ ഡീറ്റെയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇത് ബെൻസിന്റെ എസ് ക്ലാസ് വരുന്ന S350D എന്ന് പറഞ്ഞ മോഡലാണ്. കംപ്ലീറ്റ്ലി ഇൻസെയിൻ വണ്ടിയാട്ടോ. കാണാൻ കിടിലൻ ലുക്കാണ്, ഒരു രക്ഷയില്ല. സൈഡ് ഡോർ പാനൽസ് ആണെങ്കിൽ ഒക്കെ നമ്മുടെ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്, മെമ്മറി കാര്യങ്ങൾ, കൺട്രോൾസ് എന്തു പറയുക. നോക്കി ഡാഷ് ബോർഡിൻ്റെ ഒക്കെ ഒരു ഫിനിഷിങ് നോക്കി. ഹോൺ ഏരിയ, കീ സ്വിച്ചസ് ഒക്കെ ഭയങ്കര ടാപ്റ്റിക് ഫീൽ തരുന്ന ഒരു ഇതാണ്. പിന്നെ അടിപൊളി ഒരു കൺസോൾ. ഇവിടെ സൺറൂഫ്, ബാക്കിലൊരു സൺറൂഫും കൂടി ഉണ്ട്. സൈഡ് ഡോർസ്, പാനൽസ് എല്ലാം വലിയൊരു ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. അതിന് താഴെ ഫിസിക്കൽ പോലത്തെ കീസും വരുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു കൺട്രോൾ ക്യാബിനറ്റ് വരുന്നത് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവും. ഇവിടെ ഒരു ക്യാബിൻ വരുന്നുണ്ട്. അതിനകത്ത് തന്നെ നമുക്ക് ടൈപ്പ് സി പോർട്സ് കാണാം. സോ മൊത്തത്തിൽ എന്താ പറയുക, ഇതിലും കിടിലുമാണ് എൻ്റെ ബാക്ക് സൈഡ് സീറ്റ്സിലേക്ക് വരുമ്പം ഇതിൻ്റെ ക്യാപ്റ്റൻ സീറ്റ് പോലെ സംഭവമാണ്. പിന്നെ ഇത് മസേജിങ് പ്ലസ് വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ്. അതിൻ്റെ കൂടെ താഴെ നമുക്ക് കാഫിന് റെസ്റ്റ് വരുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ കിടിലം. നമുക്കൊരു ടാബ്ലറ്റ് വരുന്നുണ്ട് ഇവിടെ. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോഴും ഭയങ്കര കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്ന ഒരു എസ് ക്ലാസ് തന്നെയാണ്. അപ്പോൾ ഇത് ഈ വാഹനത്തിന്റെ റെയർ സീറ്റിൽ നിന്നുള്ള വ്യൂ ആണ്. നമുക്ക് കാണാം ഇവിടെ ഇൻഫോർമേറ്റീവ് സിസ്റ്റം, ടച്ച് സ്ക്രീൻ കാണാനൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ടാബ്ലറ്റ് ഉണ്ട്, ക്യാബിൻസ് ഉണ്ട്, ഇവിടെയും ക്യാബിൻ ഉണ്ട്. ഇതൊക്കെയല്ല താഴെ ഫുഡ് റെസ്റ്റ് വരെ ഉണ്ട്. കാഫ് സപ്പോർട്ട് ഉണ്ടെങ്കിലും അതിന് അഡീഷണൽ ആയിട്ട് വീണ്ടും താഴെ ഫുഡ് റെസ്റ്റ് ഉണ്ട്. സെൻട്രൽ കൺസോൾ, AC കാര്യങ്ങളൊക്കെ ടിപ്പിക്കൽ. അതിനകത്ത് HDMI കേബിൾസ് വരുന്നുണ്ട്. 2 HDMI പോർട്ടും 2 C പോർട്ടും വരുന്നുണ്ട്. നമുക്ക് ക്ലോസ് ചെയ്യാനും പറ്റും. മൊത്തത്തിൽ കിട്ടില്ല. ഇതൊക്കെ പോട്ടെ, ഇനി ആഷ്ട്രേ വരുന്നുണ്ട് ഇതിനകത്ത്. കണ്ടോ, ഒരു ഡെഡിക്കേറ്റഡ് ആഷ്ട്രേ വരുന്നുണ്ട്. ഇതാണ് ദി വേ, അല്ലെങ്കിൽ ദി എമൗണ്ട് ഓഫ് ലക്ഷറി ഈ വണ്ടിക്കകത്ത് അവരിട്ടിട്ടുള്ളത്. ഇതൊക്കെ വുഡാണ്. ഇതൊക്കെ ജസ്റ്റ് വുഡ് ഫിനിഷാണ്. ജസ്റ്റ് പില്ലറിലെ AC ഔട്ട്ലെറ്റ്സ്, മോഡൽ ലൈറ്റ്സ്, ഗ്രാബ് റെയിൽസ്. ഇനി ഞങ്ങൾക്ക് ഇതിൻ്റെ എക്സ്റ്റീരിയൽ കാണിച്ചു തരാം. ഇന്ത്യയിൽ ഇത്രയും കിടിലമാണെങ്കിൽ എക്സ്റ്റീരിയൽ ആ ഒരു അലോയുടെ ഒക്കെ ഒരു ഭംഗി നോക്കി നിങ്ങൾ. മൊത്തത്തിൽ ജസ്റ്റ് കിടിലമാണ്.